കേൾക്കുന്നില്ല. കേൾക്കുന്നില്ലല്ലോ. കേൾക്കുന്നുണ്ടോ? ഇപ്പൊ ഒന്നുകൂടി ഒന്ന് പറഞ്ഞേ. ഓക്കെ. ദൈവനാമം മഹത്വപ്പെടുമാറാവട്ടെ. ബൈബിൾ സാഗ സാറ്റർഡേ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ നിലയിൽ സ്രോതത്തിലെ വേവനായ ദൈവം തന്ന അവസരത്തെ നമുക്ക് ഉപയോഗിക്കാം. നമുക്ക് പ്രാർത്ഥിച്ച് ഈ സെക്ഷൻ സ്റ്റാർട്ട് ചെയ്യാം. പ്രിയപിതാവേ, ഈ നല്ല സമയത്തിനായിട്ട് സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ബൈബിൾ സാഗ സാറ്റർഡേ ക്ലാസ്സിലേക്ക് വീണ്ടും ഞങ്ങൾക്ക് കടന്നു വരുവാൻ സ്രോതത്തിലെ വലിയവനായ ദൈവം തന്ന നല്ല സമയത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ദേവദാസനെ ദൈവത്തിന്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ദൈവവചനത്തിൽ നിന്ന് ആത്മീക സത്യങ്ങളെ പറഞ്ഞു തരുവാൻ പ്രിയ മകനെ അങ്ങ് ബലപ്പെടുത്തണമേ. അത് അനേകരുടെ ആത്മീക വർധനത്തിന് കാരണമായി തീരുവാനും കർത്താവെ, അതേപോലെ അനേകരെ കർത്താവിന്റെ മാറ്റമില്ലാത്ത വചനം കേട്ട് പഠിച്ച് ദൈവനാമ മഹത്വത്തിനായി തീരുവാൻ സഹായിക്കണമെന്ന് അപേക്ഷിക്കുന്നു. കർത്താവെ, ഇതിനെ ലീഡ് ചെയ്യുന്ന ദാസന്മാർക്ക് വേണ്ടിയും അതേപോലെ മിഷൻ സഹാസിറ്റി പ്ലാറ്റ്ഫോമിന് വേണ്ടിയൊക്കെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഒരു ദിവസങ്ങളിലും അനേക പ്രോഗ്രാം ഈ പ്ലാറ്റ്ഫോമിൽ നടക്കാൻ ദൈവമേ അങ്ങ് കൃപ നൽകണമേ. തന്ന നല്ല സമയത്തിനായിട്ട് സ്തോത്രം. സർവ്വ യേശുക്രിസ്തുവിന്റെ പാദപീഠങ്ങളെ താഴ്മയുടെ അപേക്ഷിച്ച് കൃപയുടെ കേൾക്കുവാനേ പ്രൈപിതാവേ. ആമേൻ. ഓക്കെ, ദൈവനാമം മഹത്വപ്പെടുമാറാവട്ടെ. ഇന്ന് നമ്മുടെ സംസാരിക്കുന്നത് പ്രിയ ഗോഡ്ലി ജെയിംസ് ബ്രദർ ആണ്. പ്രിയ ദേവദാസനെ ദൈവവചനമായിട്ട് നമ്മുടെ മുന്നിൽ ഇപ്പം സംസാരിക്കുന്നതായിരിക്കും. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. നമ്മള് പിന്നെയും ഒരു മധ്യാഹ്ന സമയത്ത് കർത്താവിന്റെ വചനവുമായിട്ട് നമുക്കിങ്ങനെ ആയിരിക്കാൻ തക്കോണം ദൈവം തന്ന കൃപയ്ക്ക് ദൈവത്തിന് ആദ്യം നന്ദി കരയറ്റാം. പിന്നെ ഈ കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും അനുഗ്രഹ കാരണമായി തീരുവാൻ തക്കോണം ദൈവം നമ്മളെ സഹായിക്കട്ടെ. നമ്മള് സംസാരിക്കാൻ പോകുന്ന വിഷയം ക്വയറ്റ് ടൈം, അല്ലെങ്കിൽ അതിനുവേണ്ടി ദൈവം ഒരു സമർപ്പിക്കപ്പെട്ട സമയം എന്നുള്ള അർത്ഥത്തിലാണ് നമ്മൾ ഇത് ചിന്തിക്കാൻ തക്കോണം നോക്കുന്നത്. നമ്മുടെ കർത്താവ് ഭൂമിയിലായിരുന്നപ്പോൾ താന് 33.5 വർഷം തൻ്റെ ശിഷ്യന്മാരുടെ കൂടെ 30-ാമത്തെ വയസ്സിൽ താന് തൻ്റെ പ്രവൃത്തി ആരംഭിച്ചു. 3.5 വർഷക്കാലം ശിഷ്യന്മാരുടെ കൂടെ അവരെ ആയിട്ട് യാത്ര ചെയ്യുകയും പല അത്ഭുതങ്ങൾ ചെയ്യുകയൊക്കെയും ചെയ്തിട്ടുണ്ട്. എന്നാൽ ഈ കർത്താവിന്റെ ചില പ്രത്യേകതകൾ, അവൻ അധികാലത്ത് ഇരുട്ടോടെ നിർജ്ജന പ്രദേശത്ത് എന്ന് പ്രാർത്ഥിച്ചു എന്ന് നമ്മൾ കാണുന്നുണ്ട്. അതുപോലെ അത് മർക്കോസ് 1:35 നമുക്ക് അതിനെ കാണാൻ തൊക്കണം കഴിയും. അപ്പൊ കർത്താവ് ഈ ക്വയറ്റ് ടൈം എടുത്തിരുന്നു. അപ്പൊ നമ്മൾ എന്തെങ്കിലും കാണുകയോ എടുക്കുകയോ ചെയ്യുകയാണെങ്കിൽ കർത്താവ് ചെയ്ത മാതൃക നമ്മൾ ഫോളോ ചെയ്യുകയാണ് ഏറ്റവും ഒരു ശിഷ്യൻ എന്ന നിലയ്ക്ക് ഗുരു ചെയ്യുന്നത് പിൻപറ്റുക. അപ്പൊ നമ്മുടെ ഗുരു എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്തിരുന്നത്? അവൻ ദൈവമായിട്ട് പങ്കുവെക്കുവാൻ തക്കവണ്ണം താന് ക്വയറ്റ് ടൈം എടുത്തിരുന്നു. അധികാലത്ത് ഇരുട്ടോടെ നിർജ്ജന പ്രദേശത്ത് ചെന്ന് ദൈവമായിട്ട് സംസാരിച്ചിരുന്നു. ആ വിധത്തിൽ നമ്മളും ഈ ക്വയറ്റ് ടൈമിന്റെ ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണ് എന്നാണ് നമ്മളും ചിന്തിപ്പാൻ തക്കവണ്ണം താല്പര്യപ്പെടുന്നത്. അതിനുവേണ്ടി ഈ ദൈവത്തോട് ബന്ധപ്പെടുവാൻ പ്രത്യേകം നീക്കിവെച്ച അല്ലെങ്കിൽ സമർപ്പിക്കപ്പെട്ട ഒരു സമയം, അത് ദൈവവചനം കേൾക്കുവാൻ, ദൈവത്തിന്റെ ശബ്ദം കേൾക്കുവാൻ, നന്ദി കരയറ്റുവാൻ, സ്തുതിക്കുവാൻ, പ്രാർത്ഥിക്കുവാൻ, അങ്ങനെ പല കാര്യങ്ങൾക്കായിട്ട് നമ്മളെ ഇത് വിനിയോഗിക്കാം. അതിന്റെ അത്യാവശ്യം കർത്താവ് നമുക്ക് കാണിച്ചിരിക്കുന്ന മാതൃകയാണ്. അവൻ നടക്കേണ്ടുന്ന വഴിയിൽ അവൻ നടക്കേണ്ടുന്ന വഴി നമുക്ക് അവൻ കാണിച്ചു തരും എന്ന് സങ്കീർത്തനത്തിൽ കൂടിയും പറയുന്നുണ്ട്. അപ്പൊ നമ്മള് ഏത് വിധത്തിൽ മുന്നോട്ട് പോകണം, എങ്ങനെ ആയിരിക്കണം, കർത്താവ് ചെയ്ത കാര്യങ്ങൾ എന്തൊക്കെയാണ്, കർത്താവ് ചെയ്ത എല്ലാ കാര്യങ്ങളും നമുക്ക് അവൻ ചെയ്ത അടയാളങ്ങൾ, യേശു തൻ്റെ ശിഷ്യന്മാർ കാണുക ചെയ്തു. എന്നാൽ യേശു ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നതല്ലാതെ മറ്റ് അനേകം അടയാളങ്ങളും യേശു തൻ്റെ ശിഷ്യന്മാർ കാണുക ചെയ്തിട്ടുണ്ട്. അത് മുഴുവനൊന്നും രേഖപ്പെടുത്തിയിട്ടില്ല. എന്നാൽ നമുക്ക് ബെനിഫിറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി കർത്താവ് ചെയ്ത കാര്യങ്ങൾ, അവൻ ക്വയറ്റ് ടൈം എന്തുകൊണ്ട് എടുത്തു, അത് എങ്ങനെയാണ് അതിൻ്റെ ആവശ്യം, അതിനൊരു സ്ഥലം കർത്താവ് നിയോഗിച്ചു, ഒരു സമയം കർത്താവ് അതിനുവേണ്ടി മാറ്റിവെച്ചു. ആ വിധത്തിൽ നമ്മൾ അങ്ങനെ ഒരു ക്വയറ്റ് ടൈം എടുക്കുകയാണെങ്കിൽ എന്തൊക്കെയാണ് ബെനിഫിറ്റ്, ഏത് വിധത്തിൽ നമുക്ക് ഈ ക്വയറ്റ് ടൈമിന്റെ ഇമ്പോർട്ടൻസിനെ നമുക്ക് മനസ്സിലാക്കാൻ എന്തൊക്കെ സാധിക്കും. അത് ആ വിധത്തിൽ ചില കാര്യങ്ങളോട് പൂർണ്ണ ഹൃദയത്തോടെ അന്വേഷിക്കുകയാണെങ്കിൽ നിങ്ങൾ അവനെ കണ്ടെത്തും എന്ന് പ്രവാചക പുസ്തകത്തിലൊക്കെയും പറയുന്നുണ്ട്. ആ വിധത്തിൽ നമ്മൾ അവനെ അന്വേഷിക്കുകയും ആ വിധത്തിൽ കർത്താവുമായിട്ടുള്ള ഒരു ബന്ധത്തിൽ നമുക്ക് പോയാലേ നമുക്ക് ആ വിധത്തിലുള്ള ഒരു ബെനിഫിറ്റ് കിട്ടുകയുള്ളൂ. നമ്മുടെ എല്ലാ കാര്യങ്ങളും കേൾക്കുവാൻ നമ്മൾ മീഡിയയ്ക്ക് വേണ്ടി എന്തോരം സമയങ്ങളും നീക്കി വെക്കാറുണ്ട്. എന്നാൽ ഈ നമ്മുടെ ഗുരുവും നമ്മുടെ ലീഡറുമായ നമ്മുടെ
ദൈവമായ കർത്താവിൻ്റെ കാര്യങ്ങൾ കേൾക്കുവാൻ, അവനുമായിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ, ആ ഒരു കമ്മ്യൂണിക്കേഷൻ സ്ഥാപിക്കുവാനായിട്ട് ആ ഒരു ക്വയറ്റ് ടൈം നമ്മൾ എടുക്കേണ്ടതിൻ്റെ ആവശ്യം അത് കർത്താവ് തന്നെ കാണിച്ചു തന്നിട്ടുണ്ട്. ആ വിധത്തിൽ നമുക്ക് എത്രമാത്രം അവനെ പിൻപറ്റുവാൻ തക്കവണ്ണം സാധിക്കും എന്നുള്ള പ്രാരംഭ ദിവസമായതുകൊണ്ട് നമുക്ക് അതിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ, അതുകൊണ്ടുള്ള ബെനിഫിറ്റുകൾ, കർത്താവിന് അതുകൊണ്ട് എന്തൊക്കെ സാധിച്ചു, തൻ്റെ പല പരീക്ഷണ ഘട്ടത്തിലും ആ ദൈവിക സംസർഗം കർത്താവിന് സാധിപ്പാൻ തക്കവണ്ണം സാധിച്ചു. ആ വിധത്തിൽ കുഞ്ഞുങ്ങളായാലും ഏത് പ്രായക്കാരായാലും കർത്താവ് തന്നെ തൻ്റെ യൗവനത്തിലാണ് ഇതെല്ലാം കാണിച്ചു തന്നത് ശിഷ്യന്മാരോടുള്ള ബന്ധത്തിൽ. അപ്പോൾ യൗവനക്കാർക്ക് ഇത് നടക്കുന്ന കാര്യമാണോ? എല്ലാവർക്കും ഇത് സാധ്യമായ പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. ജീവിതത്തിൽ നമുക്ക് വളരുവാനും ഉയരുവാനും ഒക്കെയും ആവശ്യമുണ്ടെങ്കിൽ ആ കർത്താവുമായിട്ട് നമ്മുടെ ഹെഡുമായിട്ടുള്ള ആ റിലേഷൻ നമ്മൾ സ്ഥാപിക്കുകയാണെങ്കിൽ, നമുക്ക് ആ ക്വയറ്റ് ടൈമിൽ കൂടി നമ്മളത് കണക്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കർത്താവിൽ നിന്നുള്ള മെസ്സേജ് നമ്മൾക്ക് കിട്ടുകയും നമ്മുടെ മെസ്സേജ് കർത്താവിന് പാസ് ചെയ്യുകയും ഒക്കെയും ചെയ്യുന്ന ആ ഒരു കണക്ഷൻ, ആ ഒരു ലിങ്ക് കർത്താവ് നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. ഇങ്ങനെയൊക്കെയാണ് കർത്താവ് ചെയ്തത്. ആ വിധത്തിൽ നമുക്കും കർത്താവുമായിട്ടുള്ള ആ കണക്ഷന്റെ ആവശ്യകത മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ ഇന്ന് ആരംഭ ദിവസത്തിൽ കർത്താവ് ചെയ്ത ചില മാതൃകകളാണ് നമ്മൾ കാണുന്നത്. അധികാലത്തെ ഇരുട്ടോടെ ഒരു നിർജ്ജന പ്രദേശത്ത് ചെന്ന് പ്രാർത്ഥിച്ചു. അപ്പോൾ പ്രാർത്ഥനയിൽ കൂടി അത് നമുക്ക് സാധിക്കേണ്ടുന്ന കാര്യങ്ങൾ, വചനം ഒരു ഭാഗം വായിച്ചിട്ട് അല്ലെങ്കിൽ ആദ്യം തന്നെ ഒരു മ്യൂസിക്, അതിനു പറ്റി ഒരു ആത്മീയ ഗീതം കേൾക്കുക, അതിനുവേണ്ടി കുറച്ചു നേരം നമ്മൾ വെയിറ്റ് ചെയ്യുക, അങ്ങനെ അതിനുവേണ്ടി നമ്മുടെ ഹൃദയത്തെ നമ്മൾ ഒരുക്കുക. ആ വിധത്തിൽ കർത്താവിൽ നിന്ന് കേൾക്കുവാൻ, കർത്താവിനോട് സംസാരിക്കുവാൻ തക്കവണ്ണം നമ്മൾ സ്വിച്ചിട്ട പോലെ പെട്ടെന്ന് നമ്മൾ അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നതല്ല. കർത്താവുമായിട്ടുള്ള ഒരു പ്രിപ്പറേഷൻ നമ്മുടെ ജീവിതത്തിൽ ആവശ്യമാണ്. ആ വിധത്തിൽ നമുക്ക് ക്വയറ്റ് ടൈമിന്റെ ഒരു ഇമ്പോർട്ടൻസിനെ കുറിച്ച് നമുക്ക് വചനത്തിൽ നിന്ന് തന്നെ നമുക്ക് കാണാൻ തക്കവണ്ണം കഴിയുന്നത്, കർത്താവ് നമ്മുടെ ഗുരുവും നാഥനുമായ കർത്താവ് അതെല്ലാം ചെയ്തിട്ടുണ്ട്. ആ വിധത്തിൽ നമ്മൾ ചെയ്യുകയാണെങ്കിൽ കർത്താവ് ആഗ്രഹിക്കുന്ന വിധത്തിൽ നമുക്ക് വളരുവാനും നമുക്കും ഒരു കണ്ടന്റ്, ഒരു സംതൃപ്തമായ ജീവിതം നയിപ്പാൻ തക്കവണ്ണം നമുക്കും സാധിക്കും. അപ്പൊ അത് കുഞ്ഞുങ്ങൾ മുതൽ ഏത് പ്രായക്കാർക്കും ഇത് പ്രാപിപ്പാൻ തക്കവണ്ണം സാധ്യമാണ്. പ്രായമുള്ളവർക്കായാലും ഏത് പ്രായത്തിലും ആ കർത്താവുമായിട്ടുള്ള ലിങ്ക് നമ്മളിപ്പം നെറ്റിന്റെ കണക്ഷൻ കട്ടായാൽ നമ്മൾ വിടപ്പെട്ടു പോകുന്നത് പോലെ ആ ദൈവമായിട്ടുള്ള ആ സംസർഗത്തിൽ നമുക്ക് മുന്നോട്ട് പോകുമ്പോഴാണ് കർത്താവ് നമ്മളെ ലീഡ് ചെയ്യുന്നത്. നമ്മൾ ഇടത്തോട്ട് തിരിയണോ വലത്തോട്ട് തിരിയണോ എല്ലാം കർത്താവിന്റെ സിസ്റ്റത്തിനകത്തുണ്ട്. ആ വിധത്തിൽ നമുക്ക് കർത്താവുമായിട്ടുള്ള ആ ഒരു മെഡിറ്റേഷൻ ചെയ്യുവാൻ തക്കവണ്ണം അതിനുവേണ്ടി കുറച്ചൊരു നീക്കി വെച്ച ഒരു സമയം നമ്മുടെ ജീവിതത്തിൽ വളരെ അത്യാവശ്യമാണ്. ഏതൊരു കാര്യത്തിലും നമ്മളിപ്പം എക്സാം എടുക്കുമ്പോൾ നമ്മൾ ഒത്തിരി സമയം നീക്കി വെച്ച് പഠിക്കും എന്ന് പറഞ്ഞതുപോലെ നമ്മൾ കർത്താവുമായിട്ടുള്ള ആ ഒരു ലിങ്ക്, അപ്പോൾ നമുക്ക് മനസ്സിലാവും നമ്മുടെ ജീവനുള്ള ദൈവമായ കർത്താവ് ഇന്നും ജീവിക്കുന്നു, അവൻ ഇന്നും നമ്മളോട് സംസാരിക്കുന്നു. ആ വിധത്തിൽ നമുക്കും തിരിച്ച് സംസാരിപ്പാനും ആ വിധത്തിലുള്ള ഒരു ക്വയറ്റ് ടൈം നമുക്ക് എല്ലാവർക്കും നമ്മുടെ ജീവിതത്തിൽ, കുഞ്ഞുങ്ങളായ നമുക്കും പ്രായമുള്ളവർക്കും ഒക്കെയും അത് അനുഭവിച്ചറിയുവാൻ തക്കോണം ദൈവം അതിനുള്ള ക്രമീകരണങ്ങൾ ചെയ്തിട്ടുണ്ട്. അത് വചനത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിൻ്റെ തുടർന്നുള്ള ഭാഗങ്ങൾ പിന്നാലെ നമ്മൾ കാണുകയും അതിൻ്റെ കൂടുതൽ ആഴങ്ങളിലേക്ക് നമ്മൾ ചെല്ലുകയൊക്കെയും ദൈവം ചെയ്യുവാൻ തക്കോണം നമ്മളെ ബലപ്പെടുത്തട്ടെ. ആ വിധത്തിൽ നമുക്ക് കർത്താവ് കാണിച്ച ആ മാതൃകയുടെ പ്രാരംഭ ദിവസം ആയതുകൊണ്ട് നമുക്കിന്ന് അതിൻ്റെ അതിൻ്റെ ബെനിഫിറ്ററി എങ്ങനെ നമുക്കത് വിനിയോഗിക്കാം എന്നുള്ള കാര്യങ്ങളിലേക്ക് നമുക്ക് കൂടുതൽ ശ്രദ്ധിക്കാൻ തക്കോണം ഇന്നത്തെ പ്രാരംഭ ദിവസം ആ വിധത്തിൽ നമ്മൾ അതിനു വേണ്ടി വിനിയോഗിക്കുന്നു. അപ്പൊ ആ വിധത്തിൽ ശിഷ്യന്മാരായാലും പൗലോസ് അപ്പോസ്തലനായാലും അവർ ഏത് കണ്ടീഷനിലാണെങ്കിലും അവർക്ക് ആ കർത്താവുമായിട്ടുള്ള സംസർഗത്തിൽ അവർ പാടുകയും സന്തോഷിക്കുകയും ചെയ്യും. ലോകത്തിനത് മനസ്സിലാക്കാൻ സാധ്യമല്ല. ആ വിധത്തിൽ നമ്മളും ആ ഒരു ലൈനിലോട്ട് വരികയാണെങ്കിൽ, ആ ക്വയറ്റ് ടൈമായിട്ടുള്ള ടൈമായിട്ട് നമ്മൾ കണക്ട് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ സകല പ്രശ്നങ്ങൾക്കും പരിഹാരം എന്ന് പറഞ്ഞാൽ ദൈവമായിട്ടുള്ള ആ ഒരു കണക്ഷൻ നമുക്ക് സ്ഥാപിക്കാൻ തക്കവണ്ണം സാധിക്കും. അപ്പൊ ആ വിധത്തിൽ എൻ്റെ അനുഭവത്തിൽ അത് ഉണ്ടായിട്ടുണ്ട്. അത് എന്നോട് എൻ്റെ വചനം കേൾക്കുന്ന, എൻ്റെ ഈ വാക്കുകൾ കേൾക്കുന്ന എല്ലാവർക്കും ആ വിധത്തിലുള്ള ഒരു സിസ്റ്റം ഫോളോ ചെയ്യാൻ തക്കവണ്ണം ദൈവം നിങ്ങളെയും ബലപ്പെടുത്തട്ടെ, ശക്തീകരിക്കട്ടെ. അങ്ങനെ ഒരു സിസ്റ്റവും വചനത്തിലുണ്ട്. കർത്താവ് കാണിച്ച മാതൃക നമുക്ക്
ആ വിധത്തിൽ മുന്നോട്ട് പോകാൻ തക്കോണം നമ്മളെ ബലപ്പെടട്ടെ. ക്വയറ്റ് ടൈം എടുക്കുന്നത് കൊണ്ട്, ആ ഒരു കർത്താവുമായിട്ടുള്ള ആ ഒരു ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള സമയം നമ്മൾ വിനിയോഗിക്കുന്നത് കൊണ്ട് നമുക്ക് കൂടുതൽ അനുഗ്രഹിക്കാൻ പ്രാപിപ്പാൻ തക്കോണം കഴിയും. യഥാർത്ഥത്തിൽ നമ്മൾ ആ വലിയൊരു ടവറുമായിട്ട്, അല്ലെങ്കിൽ ആ സ്വർഗീയമായ ആ ശക്തിയോടാണ് നമ്മൾ കണക്ട് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കുന്നത് പോലെ നമുക്കും കർത്താവുമായിട്ടുള്ള ആ ഒരു ബന്ധത്തിലേക്ക് കടന്നു വരുവാൻ തക്കോണം നമുക്ക് ഈ ക്വയറ്റ് ടൈമിനെ കുറിച്ച് അല്പ നാളുകൾ കൂടി നമുക്ക് തുടർന്നും ചിന്തിക്കാം. ഇന്ന് പ്രാരംഭമായിട്ട് ഞാൻ അത്ര മാത്രമേ പറയുന്നുള്ളൂ. കർത്താവ് ഇത് ചെയ്തിട്ടുണ്ട്, ശിഷ്യന്മാർ ഇത് ചെയ്തിട്ടുണ്ട്. ആ വിധത്തിൽ അത് ചെയ്തതിന്റെ എല്ലാ ബെനിഫിറ്റും നമുക്കും, അവർക്ക് മാത്രമല്ല നമുക്കും അതെല്ലാം ഇന്നും പ്രാപിപ്പാൻ തക്കോണം അത് അവൈലബിൾ ആണ്. ആ സിസ്റ്റം നമുക്ക് ബൈബിളിനകത്തുണ്ട്. അപ്പൊ ആ വിധത്തിൽ നമുക്ക് കൂടുതലായിട്ട് ക്വയറ്റ് ടൈം എടുക്കുവാനും ദൈവത്തിൽ നിന്ന് അനുഗ്രഹങ്ങൾ പ്രാപിക്കുവാനും ആ ബ്ലെസ്സിങ്സ് നമുക്ക് പ്രാപിപ്പാനൊക്കെയും ദൈവം നമ്മളെ സഹായിക്കട്ടെ. ആ വിധത്തിൽ ദൈവം നമ്മളെ ഓരോരുത്തരെയും ശക്തീകരിക്കട്ടെ. തുടർന്നും നമുക്ക് ഇതിനെക്കുറിച്ച് ആഴത്തിലുള്ള കാര്യങ്ങൾ ചിന്തിക്കുവാനും പഠിക്കുവാനും ഇതിന്റെ ഗുണങ്ങൾ എങ്ങനെയാണ്, അതിനു വേണ്ടി എന്തെങ്കിലും പ്രത്യേക സ്ഥലം നമുക്ക് മാറ്റിവെക്കാൻ സാധിക്കുമോ? ചിലപ്പോൾ രാവിലെ തന്നെ വേണമെന്നില്ല, ഉച്ചയ്ക്കായാലും അല്ലെങ്കിൽ വൈകിട്ടായാലും നമ്മുടെ കൺവീനിയൻസ് അനുസരിച്ച് നമുക്ക് അതിനു വേണ്ടി ഒരു 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 ആഗ്രഹം, ഒരു ഇന്റൻഷൻ നമ്മുടെ ഉള്ളിൽ വേണം ഈ കർത്താവുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുവാനായിട്ട്. ആ വിധത്തിൽ ഇപ്പോൾ നമുക്കൊരു ഫ്രണ്ട്സ് ഒരു മെസ്സേജ് അയച്ചാൽ നമുക്ക് തിരിച്ചത് വായിക്കുവാനും അത് തിരിച്ച് മറുപടി പറയാനും താല്പര്യമുള്ളതുപോലെ കർത്താവ് നമുക്ക് വേണ്ടി മെസ്സേജുകൾ അയക്കുവാൻ തക്കോണം താല്പര്യപ്പെടുന്നു. ആ കർത്താവിന് നമുക്ക് മെസ്സേജ് അയക്കാം, തിരിച്ചും കർത്താവിൽ നിന്ന് മെസ്സേജുകൾ സ്വീകരിക്കാം. ആ അനുഗ്രഹം നമുക്ക് ഷെയർ ചെയ്യുവാൻ തക്കോണം ഇന്ന് ഞാൻ എല്ലാവരെയും ആ വിധത്തിൽ ആഹ്വാനം ചെയ്യുന്നു. നമ്മുടെ കുഞ്ഞുങ്ങൾക്കും ആ വിധത്തിൽ ഈ ഇന്നത്തെ കാലഘട്ടത്തിലെ യുവാക്കന്മാരൊക്കെയും ഈ കർത്താവുമായിട്ടൊന്ന് ലിങ്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സകല പ്രശ്നങ്ങൾക്കും, നമുക്ക് ആരോടും ഷെയർ ചെയ്യാൻ പറ്റാത്ത പ്രശ്നങ്ങൾ പോലും നമുക്ക് നമ്മുടെ കർത്താവുമായിട്ട് ഷെയർ ചെയ്യാൻ പറ്റും. അവനാണ് നമ്മളെ സൃഷ്ടിച്ചവൻ, അവനാണ് നമ്മളെ നയിക്കുന്നവൻ. നമുക്ക് ആരോടും, ഇനി മാതാപിതാക്കളോട് പോലും പറയാൻ പറ്റിയില്ലെങ്കിലും കർത്താവിനോട് പറയുവാനും ആ കർത്താവുമായിട്ടുള്ള ആ കമ്മ്യൂണിക്കേഷനിൽ നമുക്ക് മുന്നോട്ട് പോകുവാനും അങ്ങനെയുള്ളൊരു ക്വയറ്റ് ടൈം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് അപ്ലൈ ചെയ്യുവാനും ദൈവം നമ്മളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ എന്നുള്ള വലിയ വാക്കോടുകൂടി ഞാൻ എൻ്റെ വാക്കുകളെ ചുരുക്കട്ടെ. തുടർന്ന് നമുക്ക് ഈ വിധത്തിൽ ക്ലാസ്സുകളെ നമുക്ക് ശ്രദ്ധിക്കാം. ദൈവം കടന്നു വന്ന് ശ്രദ്ധിച്ച എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ചുരുക്കട്ടെ. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. താങ്ക് യു ബ്രദർ ഗോഡ്ലി ജെയിംസ്. വളരെ മനോഹരമായ ഒരു ക്ലാസ്സും കേൾക്കുവാൻ സ്രോതത്തിലെ വലിയവനായ ദൈവം സഹായിച്ചു. നമ്മൾ ക്ലാസ്സിൽ കേട്ട പോലെ സ്രോതത്തിലെ വലിയവനായ ദൈവം നമുക്കൊരു മാതൃക കാണിച്ചു തന്നു. ആ മാതൃക നമ്മളും പിൻപറ്റേണ്ടത് ആവശ്യമുള്ള കാര്യമാണ്. ആ നിലയിൽ നല്ലൊരു ക്ലാസ് കേൾക്കുവാൻ, അത് അനേകർക്ക് പ്രയോജനം ലഭിക്കാനായിട്ടൊക്കെ ഇടയായി തീർന്നു. വചനം പറഞ്ഞ ദേവദാസിനെ ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ.